ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് മാർച്ച് 8 വുമൻസ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓർമ്മേനെ ഇല്ല. പക്ഷെ നമ്മൾ ഓഫീസിൽ പോയിട്ട് ക്യാബിനിൽ കയറി ഇരിക്കുമ്പോഴാണ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ നമ്മളകത്ത് കയറുമ്പോൾ കണ്ടത് വേറൊരു ലോകമാണ്. നമ്മുടെ സൗമ്യമ്മ എല്ലാവരും അവിടെ ഇരുന്നിട്ട് നമുക്ക് വേണ്ടി ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു. അപ്പോൾ നമ്മളത് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു വീഡിയോ കാണിച്ചിട്ട് ഒരു വുമൺ, അതായത് ഇൻസ്പിറേഷൻ വുമണിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. അതിന് ശേഷം ഈ റിബൺ, നമുക്ക് ടെർബോക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള റിബണായിട്ടുള്ള എല്ലാ വുമൻസിനും ഇട്ട് കൊടുക്കുകയായിരുന്നു നമ്മുടെ സൗമ്യം. നമുക്കത് നമ്മുടെ വിദ്യാഭ്യാനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി. പിന്നെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റും കൂടെ. കുറച്ച് ദിവസം മുമ്പ് നമ്മളോട് ആ ഗിഫ്റ്റ് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ മഗ്ഗാണ് കേട്ടോ. നമ്മൾ ഫോട്ടോ വെച്ചിട്ടുള്ള മഗ്ഗാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് എല്ലാവരുടെ അടുത്ത് ഫോട്ടോ ചോദിച്ചാൽ നമ്മൾ വിചാരിച്ച് ബർത്ത്ഡേക്കുള്ള ഫോൾഡർ സേവ് ചെയ്യുക ആ ഒരു പേരിലായിരുന്നു വാങ്ങിയത്. പക്ഷെ അത് നമ്മൾ കൊടുത്ത് ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം വുമൻസ് ഡേ ഉണ്ടായി, അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ന്യൂ ജോയിനിയാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ വർഷം ഇല്ലാതെ പോയല്ലോ അങ്ങനെയൊക്കെയുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ശരിക്കും സർപ്രൈസ്ഡാണ് കേട്ടോ. അപ്പോൾ ആതിരമ, അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഇങ്ങനെ ഒരു ഇത് കിട്ടിയത്. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ആദ്യത്തെ വുമൻസ് ഡേ ആണ് ഞാൻ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. കാരണം പിന്നെ എനിക്ക് കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് എൻ്റെ ഫോട്ടോ വെച്ചുള്ളൊരു മഗ്ഗ് കിട്ടണം എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിൽ എനിക്ക് ബർത്ത്ഡേ ആകുമ്പോൾ എനിക്ക് നീ ഈ ഗിഫ്റ്റ് വാങ്ങിച്ച് തന്നാൽ മതി, ഈ ഫോട്ടോ വെച്ചുള്ളത് വാങ്ങിച്ച് തന്നാൽ മതി. എനിക്ക് എൻ്റെ ഫോട്ടോനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ്, എന്താണെന്ന് അറിയില്ല, എനിക്കിങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാനാണെങ്കിൽ എന്താ താല്പര്യം. അത് കഴിഞ്ഞ് നമ്മൾ പാൻട്രിക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സർപ്രൈസും കൂടിയാണ്. നമ്മൾ നേരെ ഇനി പോകുന്നതും മൂവി കാണാനാണ്. ഡ്രാഗൺ മൂവിക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പാൻട്രിയിൽ ഒരു റിഫ്രഷ്മെൻറ്റിനായിട്ട് ടീയും ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് വെയിലായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ തളർന്നു പോയായിരുന്നു. കുറച്ച് ദൂരം നടക്കാണ്ട്, നമ്മുടെ ഓഫീസിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാണ്ട്. പക്ഷേ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട നടന്ന് പോകാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ അവസാനം തിയേറ്ററിലെത്തി. കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 10 മിനിറ്റ്. അപ്പോൾ ഞങ്ങളിതാ അതിനകത്ത് കയറാം. അപ്പോഴേക്കും തന്നെ സിനിമ തുടങ്ങിയായിരുന്നു. Coming to the point, one of the biggest failure who wants to ഞാനാണെങ്കിൽ നേരത്തെ ഈ സിനിമ കണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം അങ്ങോട്ട് നോക്കിയില്ലായിരുന്നു. പിന്നെ ഞാൻ അതങ്ങ് ഇങ്ങനെ വെറുതെ ഫോൺ നോക്കിയിരിക്കുമായിരുന്നു ടൈം പോകാൻ വേണ്ടി. പിന്നെ കുറച്ച് നേരം കണ്ടു. പക്ഷെ നല്ല സിനിമയാണ് കേട്ടോ, എല്ലാവരും പോയി കാണുക. എൻ്റെ ഫസ്റ്റ് സിനിമയാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അവസാനം സിനിമയുടെ ലാസ്റ്റ് പോർഷൻ എത്തിയിട്ട് അപ്പോൾ ഒരു ഫെയിലിയറിൽ നിന്ന് ഇങ്ങനെ സക്സസ് ആവുക, ഇങ്ങനെ എത്തിക്സായിട്ട് ഈ പെരുമാറും, അങ്ങനെ ഒരു ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. എന്തായാലും കാണാം, നല്ല സിനിമയാണ്. അങ്ങനെ സിനിമയും കഴിഞ്ഞ് ഞങ്ങൾ ബൈ ബൈ എന്ന് പറഞ്ഞ തിയേറ്ററിൽ ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ നമ്മൾ നേരെ പോകുന്നു ഫുഡ് കഴിക്കാൻ. അവിടെ നമ്മളെ സർപ്രൈസിലാണ്. ആരാന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ലെമോൺ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോയത്. പിന്നെ അവിടെയും വെയിലായിരുന്നു. അപ്പോൾ ഒരു കുടക്കയിൽ 2 പേരെന്ന പോലെ ഞാനും അതിലും നടന്നു ഒരു ഷോളുടെ കീഴിൽ. പിന്നെ നമ്മൾ ഓരോരുത്തരായി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്തുമ്പോഴേക്കും തന്നെ അവർ ടേബിളും കാര്യങ്ങളൊക്കെ നീളത്തെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഓരോരുത്തരായി ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ ഫുഡ് കിട്ടാൻ വേണ്ടി ഒരു 1/4 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ടാവും. ഞാൻ ജിൻചേച്ചി ഇങ്ങനെ കാണിക്കുന്ന പറയാം. ഞാനെന്തോ അവിടെ സംസാരിച്ചങ്ങോട്ട് ഇരിക്കുക ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട്. ഫുഡ് കിട്ടിയ പിന്നെ അതൊന്നും എടുക്കാനുള്ള ടൈമിൽ അത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് ഫുഡ് കിട്ടിയ പിന്നെ നമ്മൾ ആരും ഒന്നും അറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഓഫീസിലേക്ക് തിരിച്ചിട്ട്. അപ്പോൾ നമ്മൾ നടക്കാനുള്ള ദൂരം തന്നെയാണ്. ഇപ്പോൾ തന്നെ ടൈം കുറച്ച് 3 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത്തെ ഇതാണ് ഓഫീസ്. അപ്പോൾ വുമൻസിന് മാത്രം വുമൻസ് ഡേ ആയതുകൊണ്ട് മെൻ സ്റ്റാഫൊക്കെ കുറച്ച് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം എന്താ പറഞ്ഞാൽ നമ്മളെ മാത്രം കൊണ്ടുപോയിട്ടുള്ളൂ, നമ്മൾക്കെന്ന് വർക്ക് ചെയ്യേണ്ട അങ്ങനെയൊക്കെയുള്ളൊരു മെൻറ്റാലിറ്റി. അപ്പോൾ നമ്മൾ ഓഫീസിലെത്തി. പക്ഷേ ആ ചൂട്ടിൽ നിന്ന് നമ്മൾ ഓഫീസിൽ കയറുമ്പോൾ സ്വർഗ്ഗം കിട്ടിയ പോലെ ഒരു സുഖമാണ്. അപ്പോൾ ക്യാബിനെല്ലാം അടച്ചിട്ടാണ് പോയത്. അപ്പോൾ ലൈറ്റിങ് ഞാനൊന്ന് ലൈറ്റൊക്കെ ഇട്ട് അങ്ങോട്ട് സെറ്റാക്കി. എല്ലാവരും വരുന്നതിന് മുമ്പ് ഞാൻ കയറി അങ്ങോട്ട് ലൈറ്റൊക്കെ ഇട്ട് നമ്മളങ്ങനെ ഇരിക്കുക. നമ്മളത് വിമലിൻ്റെ അടുത്ത് കഥയൊക്കെ പറയാം. വിമല അങ്ങനെ നമുക്ക് കോൺഫറൻസ് കോളിൽ മീറ്റിംഗ് ആയിരുന്നില്ല. കാരണം അവിടെ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. പാട്ട് വെച്ച് ഡാൻസും അങ്ങനെ ആടി തിമിർക്കണ ഒരു ഇതായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ഫോണും ഉണ്ടായില്ലായിരുന്നു, മറന്ന്. അപ്പോൾ എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മൊമെൻറ്റ്സ് ഡേ
ഡേ തന്നെയായിരുന്നു ഈ കഴിഞ്ഞ വുമൻസ് ഡേ. അപ്പോൾ ഇത് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് എനിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു ടർബോലെക്സ്. അപ്പോൾ ഇത്രയുള്ള